പ്രിയ കുട്ടികളെ, ഡിറ്റർമിനൻസിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ പാഠത്തിൽ ഒരു കൺസെപ്റ്റ് കൂടെ ബാക്കിയുള്ളത് ഇപ്പോൾ വിക്ടേഴ്സ് ചാനൽ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. മറ്റു ഭാഗങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇൻവേഴ്സ്, അഡ്ജോയിന്റ്, സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് എല്ലാ കൺസെപ്റ്റുമായി നമുക്ക് ഈ പുതിയൊരു കൺസെപ്റ്റിലേക്ക് പോകാം. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. അതായത് പല ഡിറ്റർമിനൻസും നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യാണ്ട് തന്നെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കാണുന്ന ഒരു മെത്തേഡാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രോപ്പർട്ടി നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇഫ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച്ഡ്. അതായത് ഡിറ്റർമിനന്റ് റോയും കോളം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ ഡിറ്റർമിനന്റ് വാല്യൂയിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ സെയിം ആസ് ഡിറ്റർമിനന്റ് എ ഡാഷ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് അല്ലെ. റോയും കോളം ഒരു ഡിറ്റർമിനന്റ് റോയും കോളിന് മെട്രിക്സിന്റെ റോയും കോളം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല, അതിന്റെ ട്രാൻസ്പോസ് കിട്ടില്ല അല്ലെ. അപ്പോൾ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇഫ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച്ഡ് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിറ്റർമിനന്റ് എ സെയിം ആസ് ഡിറ്റർമിനന്റ് എ ഡാഷ്. അതിന്റെ വെരിഫിക്കേഷൻ ആണ്. അതങ്ങനെ തെളിയിക്കുന്നില്ല. നിങ്ങൾ പ്രോപ്പർട്ടി കൊടുത്ത് നോക്കാം, എന്നാലും ജസ്റ്റ് വെരിഫൈ ചെയ്യുന്നതാണെന്ന് പറഞ്ഞുതരാം. ലെറ്റ് ഡെൽറ്റ ഈക്വൽ ഡിറ്റർമിനന്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 എക്സ്പാൻഡിങ് along ഫസ്റ്റ് റോ. നമുക്കറിയാം പ്ലസ് മൈനസ് പ്ലസ്. സോ പ്ലസ് A1 ഇൻറ്റു ഡിറ്റർമിനന്റ് B2 B3 C2 C3 മൈനസ് A2 ഇൻറ്റു A2 വരുന്ന റോയും ഒഴിവാക്കിയാൽ ഡിറ്റർമിനന്റ് B1 B3 C1 C3 പ്ലസ് A3 ഇൻറ്റു A3 വരുന്ന റോയും ഒഴിവാക്കിയാൽ ഡിറ്റർമിനന്റ് B1 B2 C1 C2 ദാറ്റ് ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു വാട്ട് B2 C3 മൈനസ് B3 C2 മൈനസ് A2 ഇൻറ്റു B1 C3 മൈനസ് B3 C1 പ്ലസ് A3 ഇൻറ്റു B1 C2 മൈനസ് B2 C1. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ആദ്യം കണ്ടു. ഇനി ഇതിന്റെ റോയും കോളം ഇന്റർചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ആ ഡിറ്റർമിനന്റ് കണ്ടു നോക്കാം. ബൈ ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് ഓഫ് ഡെൽറ്റ വി ഗെറ്റ് ദ ഡിറ്റർമിനന്റ് ഡെൽറ്റ 1 ഈക്വൽ പേര് കൊടുത്തു. ഡിറ്റർമിനന്റ് A1 B1 C1 A2 B2 C2 A3 B3 C3 കൊടുത്തു. എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ഡെൽറ്റ 1 along ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളം ഉപയോഗിച്ച് കാണാം. എങ്ങനെ ഇതെല്ലാം കിട്ടും, പക്ഷെ ഏറ്റവും സിമ്പിൾ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് കാണുന്നത്. ഫസ്റ്റ് കോളം ഉപയോഗിച്ച് കാണാൻ അറിയാലോ. അപ്പൊ എന്ത് വരും? അതിന്റെ മെത്തേഡ് ഓർമ്മയുണ്ടല്ലോ. ഇത് A11 അല്ലെ. അപ്പൊ മൈനസ് 1 പ്ലസ് 1 A1 ഇൻറ്റു ഈ A1 വരുന്ന റോയും കൂടെ ഒഴിവാക്കി എത്ര? B2 C3 മൈനസ് B3 C2. പിന്നെയോ പ്ലസ് ഇതേ പൊസിഷൻ A21 അല്ല. അപ്പൊ മൈനസ് 2 പ്ലസ് 1 മൈനസ് A2 ഇൻറ്റു A2 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയോ ഡിറ്റർമിനന്റ് ഇതാ ആ വാല്യൂ ആണ് B1 C3 മൈനസ് B3 C1 പ്ലസ് അതുപോലെ മൈനസ് 3 പ്ലസ് 1 ദാറ്റ് ഈസ് മൈനസ് പ്ലസ് A3 ഇൻറ്റു A3 വരുന്ന റോയും കൂടെ ഒഴിവാക്കി വരുന്ന ഡിറ്റർമിനന്റ് B1 C2 മൈനസ് B2 C1. ഇത് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതാണ്, ഓർമ്മയുണ്ടാവുന്ന കരുതുന്നത്. സോ ഇതും നേരത്തെ ഡെൽറ്റ കണ്ടത് സെയിം തന്നെയാണ്. ഹെൻസ് ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ 1. എന്ത് പറയാം? ഇറ്റ് ഫോളോസ് ഫ്രം ദ എബോവ് പ്രോപ്പർട്ടി ദാറ്റ് ഇഫ് A is a square matrix then determinant A equal to determinant A dash where A dash equal to transpose of A. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഡിറ്റർമിനന്റ് A is same as what? Determinant A dash. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഡിറ്റർമിനന്റ് 2 3 1 0 3 5 1 2 3 ഈക്വൽ ടു വാട്ട്? ഡിറ്റർമിനന്റ് ട്രാൻസ്പോസ് 2 0 1 3 3 2 1 5 3 രണ്ട് സെയിം ആയിരിക്കും. പല സംശയമുണ്ട്. നിങ്ങൾ ഈ രണ്ട് ഡിറ്റർമിനന്റ് കണ്ടു നോക്കുക. രണ്ടിന്റെയും വില ഒരു റിയൽ നമ്പറാണ് കിട്ടും നമുക്ക്. ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്താലും ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്താലും വീണ്ടും നമുക്ക് ഒരേ സംഭവം കിട്ടും. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇഫ് എനി ടു റോസ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനന്റ് ആർ ഇന്റർചേഞ്ച്ഡ് ദെൻ സൈൻ ഓഫ് ദ ഡിറ്റർമിനന്റ് ചേഞ്ചസ്. അതായത് ഒരു ഡിറ്റർമിനന്റ് ഒന്നിക്ക് രണ്ട് റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിലോ രണ്ട് കോളം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡിറ്റർമിനന്റ് ചിഹ്നം മാറും. ശ്രദ്ധിക്കണം, റോയും കോളും അല്ല, ഒന്നിക്ക് രണ്ട് റോ അല്ലെങ്കിലോ രണ്ട് കോളം. അപ്പൊ റോയിന് ചെയ്യുന്ന റോസിന്റെ ബ്രാക്കറ്റിൽ കോളം എന്ന് എഴുതി എന്തുകൊണ്ടെന്ന് പറയാം? റോയിന് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസ് ഏതും ചെയ്യാം, കോളത്തിനും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ എഴുതിയത്. ഇഫ് എനി ടു റോസ് ബ്രാക്കറ്റ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനന്റ് ആർ ഇന്റർചേഞ്ച്ഡ് ദെൻ സൈൻ ഓഫ് ഡിറ്റർമിനന്റ് ചേഞ്ചസ്. അപ്പൊ വെരിഫിക്കേഷൻ ഡെൽറ്റ ഈക്വൽ ടു കൊടുത്തു. ഡിറ്റർമിനന്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 എക്സ്പാൻഡിങ് along ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് നോക്കി? A1 ഇൻറ്റു എന്ത് വരും? B2 C3 മൈനസ് B3 C2 മൈനസ് A2 ഇൻറ്റു B1 C3 മൈനസ് B3 C1 പ്ലസ് A3 ഇൻറ്റു വാട്ട്? B1 C2 മൈനസ് B2 C1. അപ്പൊ ഇതാണ് ഡെൽറ്റ കിട്ടിയത്. എന്ത് ചെയ്യാം? ഇന്റർചേഞ്ചിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് റോസ്. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അടുത്തടുത്ത് രണ്ട് റോ തന്നെ ചേഞ്ച് ചെയ്യണമെന്നില്ല, ഏത് വേണം ചെയ്യാം. ഇപ്പൊ ഒന്നാമത്തെയും മൂന്നാമത്തെ ചെയ്യാം, രണ്ടാമത്തെയും മൂന്നാമത്തെ ചെയ്യാം, ഒന്നാമത്തെ രണ്ടാമത്തെ ചെയ്യാം, അങ്ങനെ വേണം ചെയ്യാം. ആ ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന ഡിറ്റർമിനന്റും ആദ്യത്തെ ഡിറ്റർമിനന്റ് നമ്മൾ ചിഹ്ന വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കണ്ടില്ല, ഇപ്പം ഇത് പ്രോബ്ലം അല്ല, തിയറിയാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതിപ്പോ 10 കിട്ടിയായിരിക്കും, ഇത് 10 കിട്ടിയായിരിക്കാം. അപ്പൊ ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന ഡിറ്റർമിനന്റ് എന്ത് ചെയ്യും? അപ്പൊ എന്ത് ഡെൽറ്റ 1 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഇത് ചെയ്യുന്നത് ഫസ്റ്റും തേർഡും എന്ത് ചെയ്യാം? റോ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ എന്തൊരു ഡിറ്റർമിനന്റ് C1 C2 C3 B1 B2 B3 A1 A2 A3 കിട്ടി.
എക്സ്പാൻഡിങ് അലോൺ തേർഡ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് തേർഡ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് വേഗം കിട്ടാനാണ്. കാരണം A1 ഇവിടെ A2 A3 ഇല്ലേ, അതുകൊണ്ടാണ് ഏത് ഉപയോഗിച്ച് ചെയ്താലും കിട്ടും കേട്ടോ. അത് ഫുൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. വേറെ ഏത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഫുൾ എക്സ്പാൻഡ് ചെയ്യണം. ഈ ബ്രാക്കറ്റ് ഇതിൽ ഉള്ളോട്ട് കൊണ്ടുപോയിട്ട് ഫുൾ എക്സ്പാൻഡ് ചെയ്താൽ സെയിം ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. സോ ഇതുകൊണ്ട് തേർഡ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. തേർഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. Δ1 = ഇതുപോലെ കിട്ടും. അതിൽ മൈനസ് പുറത്തേക്ക് എടുക്കും, ഇതുപോലെ കിട്ടും. ഇതിൽ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് ഡെൽറ്റ തന്നെ ആയിരിക്കും. സോ Δ1 = -Δ. നിങ്ങൾ പ്രോപ്പർട്ടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ആ ചെയ്യുന്ന കാര്യം നോട്ട് ചെയ്യുക. സിമിലർലി വി ക്യാൻ വെരിഫൈ ദ റിസൾട്ട് ബൈ ഇന്റർചേഞ്ചിങ് ഇൻ 2 കോളംസ്. ഇപ്പൊ ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഇനി 2 കോളംസിനും ചെയ്യാം. വി ക്യാൻ ഡിനോട്ട് ദ ഇന്റർചേഞ്ച് ഓഫ് റോസ് ബൈ Ri ഇന്റർചേഞ്ച് Rj ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് കോളംസ് ബൈ Ci ഇന്റർചേഞ്ച് Cj. അപ്പൊ ഇന്റർചേഞ്ചിന് ഈ നൊട്ടേഷൻ വെച്ച് ഉപയോഗിക്കും. ഇവിടെ Ri ഇന്റർചേഞ്ച് Rj പകരം Ri Rj ഇന്റർചേഞ്ച് ചെയ്യാം. ഇപ്പൊ Ci ഇന്റർചേഞ്ച് Cj പറഞ്ഞാൽ Ci Cj ഇന്റർചേഞ്ച് ചെയ്യാം. അത് R1 ഇപ്പം R1 ഇന്റർചേഞ്ച് R3 ആണെങ്കിൽ ഇവിടെ R1 ഇവിടെ R3 ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്ത് മാറുന്നു. ഒരർത്ഥമൊന്നും ഇതിലില്ല. ഫോർ എക്സാമ്പിൾ ഉദാഹരണം നോക്കാം. ഡിറ്റർമിനന്റ് 2 3 1 0 3 5 1 2 3 ഈക്വൽ എന്തായിരിക്കും? മൈനസ് ഡിറ്റർമിനന്റ് 2 3 1 1 2 3 0 3 5. എന്തുകൊണ്ട് മനസ്സിലായല്ലോ? ഇവിടെ ഈ ഡിറ്റർമിനന്റും ഈ ഡിറ്റർമിനന്റ് സെയിം ആണ്. ഇതിന്റെ മൈനസ് ആയിരിക്കും ഇത്. എന്തുകൊണ്ട്? ഇവിടെ 2 റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കി. അപ്പം ഇവിടെ ഒരു ഇന്റർചേഞ്ചാണ് നടന്നത്. അപ്പൊ ഒരു ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ സൈൻ നെഗറ്റീവ് ആയി അല്ലെ. അതേസമയത്തോ ഇത് 2 ഇന്റർചേഞ്ച് നടന്നതോ വീണ്ടും പ്ലസ് തന്നെ വരില്ല അല്ലെ. ഒരേ സമയത്ത് 2 ഇന്റർചേഞ്ച് നടന്നു വിചാരിക്കാം. അങ്ങനെ ആ ഡിറ്റർമിനന്റ് വാല്യൂ ആയിരിക്കും അതിന് കിട്ടുന്നത്. ഒരു ഉദാഹരണം ഡിറ്റർമിനന്റ് 2 3 1 0 3 5 1 2 3 ഈക്വൽ ടു ഡിറ്റർമിനന്റ് 1 2 3 2 3 1 0 3 5. വല്ല സംശയമായിരിക്കും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഡിറ്റർമിനന്റ് കണ്ടു നോക്കുക, 2 സെയിം ആയിട്ടില്ല. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നും മനസ്സിലായില്ല. ഇവിടെ എന്താ ചെയ്തെന്താ വെച്ചാല് ആദ്യം എന്ത് ചെയ്തു, പിന്നെ ഈ 2 ഇന്റർചേഞ്ച് ചെയ്തു. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒന്നാമത്തെയും മൂന്നാമത്തെ ഇന്റർചേഞ്ച് ചെയ്യുക. ആദ്യം ഫസ്റ്റ് ഇത് 2 ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇത് മുകളിൽ 1 താഴെ 3, അപ്പൊ ഇത് മൈനസ് ആയി അല്ലെ. പിന്നെ എന്ത് ചെയ്തു, രണ്ടാമത്തെയും മൂന്നാമത്തെ ഇന്റർചേഞ്ച് ചെയ്തു. ആദ്യം 1 3 ഇന്റർചേഞ്ച് ചെയ്തു റോ. പിന്നെ അത് അതിന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്തു, 2 3 കൂടെ ചെയ്തു. അപ്പൊ 2 ഇന്റർചേഞ്ച് വരുമ്പോൾ ചിഹ്നം മാറില്ല. സംശയം നോക്കൂ. അതായത് ഇപ്പൊ ഈ ഡിറ്റർമിനന്റ് ചെയ്താൽ 10 കിട്ടുമെങ്കിൽ ഇത് ചെയ്താൽ -10 ആയിരിക്കും. പക്ഷെ ഇത് ചെയ്താൽ തന്നെ കിട്ടും, വീണ്ടും 10 തന്നെ ആയിരിക്കും കിട്ടില്ല. എന്തുകൊണ്ട്? ഇവിടെ 2 ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ മൈനസ് എന്തായി, പ്ലസ് ആയി. വേറെ ഉദാഹരണം കൂടി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിറ്റർമിനന്റ് 2 3 1 0 3 5 1 2 3 ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനന്റ് 1 3 2 5 3 0 3 2 1. നമ്മൾ ഇവിടെ എന്ത് ചെയ്ത്, ഇവിടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും കോളം ഇന്റർചേഞ്ച് ചെയ്ത. ഒന്നാമത്തെ കോളം 2 0 1, മൂന്നാമത്തെ കോളം 1 5 3. ഇത് 2 ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, സൈൻ മാറും. മൈനസ് അല്ലെ 1 5 3 3 3 2 2 0 1. കോളം ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ കോളം വൈസ് വായിച്ചത്. ഓക്കെ എന്നല്ല. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടി ഡിറ്റർമിനന്റ് റോയും കോളം ഇന്റർചേഞ്ച് ചെയ്താൽ വിലയിൽ മാറ്റില്ല. രണ്ടാമത്തതോ എനി 2 rows or columns are interchanged, then sign of the determinant changes. ഒന്നിൽ കൂടുതൽ ചേഞ്ച് വരും, മനസ്സിലായില്ല. 3 ചേഞ്ച് ആണെങ്കിൽ അത് പിന്നെ വീണ്ടും പോസിറ്റീവ് തന്നെ വരില്ല. അപ്പൊ ഓരോ ചേഞ്ച് നടക്കുമ്പോൾ ഒരു ചിഹ്നം മാറി കൊടുക്കും, സൈൻ മാറും. അപ്പൊ 2 ചേഞ്ച് ആകുമ്പോൾ വീണ്ടും പയ്യന് കിട്ടും, 3 ചേഞ്ച് ആകുമ്പോൾ വീണ്ടും നെഗറ്റീവിന് കിട്ടും, അങ്ങനെ വരും. ഓക്കെ, നമുക്ക് 3/3 ഡിറ്റർമിനന്റ് പഠിക്കാനില്ല, ഇതിനപ്പുറം പഠിക്കാനില്ല. നമുക്ക് തൽക്കാലം അതിലേക്ക് പോയാൽ മതി, കൂടുതൽ ചേഞ്ച് വേണ്ടാവും. പ്രോപ്പർട്ടി 3 വളരെ സിമ്പിൾ ആയ ഒരു പ്രോപ്പർട്ടി. If any 2 rows or columns of a determinant are identical, all corresponding elements are same, then value of determinant is 0. അതായത് ഒരു ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും 2 റോസ് അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോളംസ് ഐഡന്റിക്കൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കും എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയ ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ഡിറ്റർമിനന്റ് ഏതെങ്കിലും 2 റോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോളം അടുത്ത് തന്നെ പറയുന്നില്ല. ഇപ്പൊ ഒന്നാമത്തെ മൂന്നാമത്തെ ആവാം, ഞാൻ മനസ്സിലായില്ല. കോളാവുന്നില്ല, ഒന്നാമത്തെ മൂന്നാമത്തെ ആവാം, രണ്ടാമത്തെ മൂന്നാമത്തെ ആവാം, എങ്ങനെയാണെന്ന് ആവാം. അത് ഐഡന്റിക്കൽ ആണെങ്കിൽ വാല്യൂ 0 ആയിരിക്കും എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഡിറ്റർമിനന്റ് 2 3 1 0 3 5 2 3 1 ഈക്വൽ 0. ഡിറ്റർമിനന്റ് 1 4 1 2 1 2 3 6 3 ഈക്വൽ 0. ഇത് ഞാൻ നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിരുന്നില്ല. ഇത് വെരിഫൈ ചെയ്യണമെന്നില്ല, ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് ഇതിന്റെ വില 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് പക്ഷേ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വെരിഫൈ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ ചെയ്തത്. പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത്, നമ്മളൊരു ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്റെ വാല്യൂ 0 എന്ന് പറയാൻ പറ്റണം. ഇത് കണ്ടാൽ പറയാലോ. എന്തുകൊണ്ട്? ഒന്നാമത്തെ മൂന്നാമത്തെ റോ ഐഡന്റിക്കൽ ആണ്, റോസ് ഐഡന്റിക്കൽ ആണ്, സോ വാല്യൂ 0 ആണ്. ഇടോ ഒന്നാമത്തെ മൂന്നാമത്തെ കോളം ഐഡന്റിക്കൽ ആണ്, സോ വാല്യൂ എന്താണ്? 0 ആണ്. അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി. If each element of a row bracket column of a determinant is multiplied by a constant k, then its value gets multiplied by k. ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. ഒരു ഡിറ്റർമിനന്റിലെ ഒരു റോയിനോ ഒരു കോളത്തിനെയോ ഒരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിറ്റർമിനന്റിനെ ആ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന അർത്ഥം. അതായത് ഈ
if each element of a row or column of a determinant is multiplied by a constant k, then its value gets multiplied by k. എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡിറ്റർമിനന്റ്. ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനന്റ് a1 b1 c1 a2 b2 c2 a3 b3 c3. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡിറ്റർമിനന്റ് ആണ് ഏരിയ. ഇതാണ് ഏരിയ. ഡെൽറ്റ വൺ ബി ദ ഡിറ്റർമിനന്റ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈങ് ദി എലമെന്റ്സ് ഓഫ് ഫസ്റ്റ് റോ ബൈ k. ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് എങ്ങനെ കിട്ടുന്നത്? ഒന്നാമത്തെ റോവിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഡിറ്റർമിനന്റ് ആണ് ഇത്. ഡെൽറ്റ വൺ ഈക്വൽ ടു ഡിറ്റർമിനന്റ് k1 kb1 kc1 a2 b2 c2 a3 b3 c3. അങ്ങനെ വന്ന പ്രോപ്പർട്ടി പറയുന്നത്, അങ്ങനെ പ്രോപ്പർട്ടി പറയുന്നു ഇതിന്റെ വില ഡിറ്റർമിനന്റ് k1 kb1 kc1 a2 b2 c2 a3 b3 c3 എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? k ഇൻറ്റു ഡിറ്റർമിനന്റ് a1 b1 c1 a2 b2 c2 a3 b3 c3 എന്നാ പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരു ഡിറ്റർമിനന്റ് റോയിലോ കോളത്തിലോ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്ത് പൊതുവായിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. മെട്രിക്സിൽ എപ്പാ പുറത്തേക്ക് എടുക്കല്? എല്ലാത്തിനും. മെട്രിക്സിൽ എല്ലാ എലമെന്റും കോമൺ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ പഠിച്ചതല്ല, മെട്രിക്സിൽ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഡിറ്റർമിനന്റ് അങ്ങനെയല്ല, ഒരു റോയിലോ കോളത്തിലോ പൊതുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. അതാണ് ഈ പ്രോപ്പർട്ടി പറഞ്ഞത്. ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ റോ or column of a determinant is multiplied by a constant k, then its value gets multiplied by k. അത് വെരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇതാ എക്സ്പാൻഡിങ് along first row we get ആ ഡെൽറ്റ വൺ നമുക്ക് ഫസ്റ്റ് റോ ഉപയോഗിച്ച് ചെയ്ത് എന്ത് കിട്ടും? k1 ഇൻറ്റു നേരത്തെ ചെയ്ത പോലെ പ്ലസ് മൈനസ് പ്ലസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. k1 ഇൻറ്റു b2 c3 മൈനസ് b3 c2 മൈനസ് kb1 ഇൻറ്റു a2 c3 മൈനസ് c2 a3 പ്ലസ് kc1 ഇൻറ്റു a2 b3 മൈനസ് b2 c3. ഇതിൽ k കോമൺ ആണ്. k പുറത്തേക്ക് എടുത്ത ബാക്കി വരുന്നത് k ഇൻറ്റു ബ്രാക്കറ്റിൽ a1 ഇൻറ്റു b2 c3 മൈനസ് b3 c2 minus b1 into a2 c3 minus c2 a3 plus c1 into a2 b3 minus b2 a3. That is same as delta. K delta കിട്ടി അല്ലേ? ഡെൽറ്റ വൺ k delta കിട്ടി. ഡെൽറ്റ എന്ന് പറയുന്നത് ഒറിജിനൽ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് അല്ല. ഡെൽറ്റ വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ എന്ത് കിട്ടി? ഡെൽറ്റ വൺ ഈക്വൽ ടു k ഡെൽറ്റ കിട്ടി. അതിന്റെ അർത്ഥം മനസ്സിലായല്ല? അതിന്റെ അർത്ഥം ഡിറ്റർമിനന്റ് k1 kb1 kc1 a2 b2 c3 a3 b3 c3 ഈക്വൽ ടു k ഇൻറ്റു ഡിറ്റർമിനന്റ് a1 b1 c1 a2 b2 c2 a3 b3 c3. ഇത് നമ്മൾ ഒരുപാട് അർത്ഥത്തിൽ ചിന്തിക്കണം. ഇത് കണ്ടില്ലേ, ഒന്നാമത്തെ റോയിൽ k പൊതുവായിട്ടുണ്ട്, അപ്പോൾ പുറത്തേക്ക് എടുക്കാതെ ഇല്ല. മനസ്സിലായത്? ഇനി തിരിച്ചും പറയാം. ഇപ്പൊ k ഇൻറ്റു ഡിറ്റർമിനന്റ് a1 b1 c1 a2 b2 c2 a3 b3 c3 പറഞ്ഞു തരിക. അങ്ങനെ നീന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതന്നെ പറയാനൊന്നുമില്ല. ഉണ്ടായില്ല. ഈ k നമുക്ക് വേണമെങ്കിൽ ഏത് ആദ്യത്തെ റോയിലോ രണ്ടാമത്തെ റോയിലോ മൂന്നാമത്തെ റോയിലോ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിലോ ആദ്യത്തെ കോളത്തിലോ രണ്ടാമത്തെ കോളത്തിലോ മൂന്നാമത്തെ കോളത്തിലോ മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? ഡൗട്ടില്ല. 6 തരത്തിൽ നമുക്ക് ഇനി എഴുതാൻ പറ്റുന്നത്. തിരിഞ്ഞല്ല എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് നമുക്കറിയാം. ഡിറ്റർമിനന്റ് നമുക്ക് 6 തരത്തിൽ കണ്ടാലും സെയിം ആണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ k ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് പറഞ്ഞാൽ ഇതന്നെ ആവണമെന്നില്ല. പക്ഷെ ഇത് ഇങ്ങനെ എഴുതാനോ ഇപ്പൊ പഠിച്ചത്. തിരിച്ചെഴുതുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എഴുതുമ്പോൾ ഈ ആർച്ചിസിന് എൽഎച്ച്എസിൽ എഴുതുമ്പോൾ k ഒന്നാമത്തെ റോഡ് മൾട്ടിപ്ലൈ തന്നെ കിട്ടും, രണ്ടാമത്തെ വേറെ കിട്ടും. അങ്ങനെ 6 തരത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ വെക്കാം. ഒരു എക്സാമ്പിൾ കണ്ടോ? ഡിറ്റർമിനന്റ് 2 4 6 0 3 5 2 6 7 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി ഒന്നാമത്തെ റോയിൽ 2 കോമൺ അല്ലേ, പുറത്തേക്ക് എടുത്താൽ എന്ത് ചെയ്താൽ 2 ഇൻറ്റു ഡിറ്റർമിനന്റ് 1 2 3 0 3 5 2 6 7. മനസ്സിലായല്ലോ? ഇത് മെട്രിക്സിൽ ഇങ്ങനെയല്ല. മെട്രിക്സിൽ ഈ 2 പുറത്തേക്ക് എടുക്കണമെങ്കിലോ എല്ലാത്തിനും പുറത്തേക്ക് എടുക്കണം. ഓക്കെ, അതാണ് മെട്രിക്സും ഡിറ്റർമിനന്റും തമ്മിൽ വ്യത്യാസം. ഇതിലൊരു റോയിലോ കോളത്തിലോ പൊതുവായിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കാം. മെട്രിക്സിലാകുമ്പോൾ അത് അങ്ങനെ പറ്റൂല, എല്ലാത്തിനും പൊതുവായിട്ട് വേണം. ഓക്കെ, ഇത് നമ്മൾ പിന്നെ ജനറലൈസ് ചെയ്ത് കേട്ടോ. ബൈ ദിസ് പ്രോപ്പർട്ടി വി ക്യാൻ ടേക്ക് ഔട്ട് എനി കോമൺ ഫാക്ടർ ഫ്രം എനി റോ ഓർ എനി കോളം ഓഫ് ദ ഗിവൺ ഡിറ്റർമിനന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഏത് റോയിൽ നിന്ന് ഒരു കോളം ഏത് കോളത്തിൽ എന്ത് ചെയ്യാം? ഏത് കോമൺ ഫാക്ടർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നോക്കി ഒരു 3/3 ഡിറ്റർമിനന്റ് എഴുതിയിട്ടുണ്ട്. ഡിറ്റർമിനന്റ് k1 kb1 kc1 k2 kb2 kc2 k3 kb3 kc3. ഇതെന്താ പ്രത്യേകത നോക്കിയില്ലേ? ഇവിടെ 3 റോയിനെ അല്ലെങ്കിൽ 3 കോളത്തിനെയും ഒരു കോൺസ്റ്റന്റ് k കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ആദ്യത്തെ റോയിന്നും k എടുക്കുക, രണ്ടാമത്തും k എടുക്കുക, മൂന്നാമത്തും k എടുക്കുക. നമ്മൾ എത്ര? k ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് a1 b1 c1 a2 b2 c2 a3 b3 c3. മനസ്സിലായല്ലോ? ആദ്യത്തെ റോയിൽ എടുക്കുക, രണ്ടാമത്തെ എടുക്കുക, മൂന്നാമത്തെ എടുക്കുക. അല്ലെങ്കിലോ ആദ്യത്തെ കോളത്തും k എടുക്കുക, രണ്ടാമത്തെ k എടുക്കുക, മൂന്നാമത്തെ കോളത്തും k എടുക്കുക. എങ്ങനെ എന്ത് കിട്ടും? k ഇൻറ്റു k ഇൻറ്റു k ഇതാവും k ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് a1 b1 c1 a2 b2 c2 a3 b3 c3. ഡൗട്ടില്ല? ഇതെല്ലാം പ്രൂഫ് നോക്കാൻ ഒരു പണിയില്ല. ഈ ഡിറ്റർമിനന്റ് കണ്ട എക്സ്പാൻഡ് ഇത് കിട്ടും. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. റിസൾട്ട് ഇൻ ജനറൽ ആയിട്ട് നോക്കാം. ഇൻ ജനറൽ ഇഫ് A is a square matrix of order n, then determinant k equal to what? k raised to n determinant എന്ന് പറയാം. ശരിയല്ലേ? ഇത് നോക്കി, ഇവിടെ ഡിറ്റർമിനന്റ് A is സ്ക്വയർ മെട്രിക്സ് ഓർഡർ 3 അല്ലേ? ശരിക്കും ഇവിടെ A is സ്ക്വയർ മെട്രിക്സ് ഓർഡർ 3 ആണ്. ഡിറ്റർമിനന്റ് k, ഇത് ശരിക്കും ഡിറ്റർമിനന്റ് k അല്ലേ? ഇതാണ് a. ഇവിടെ കണ്ടത് ശരിക്കും ഡിറ്റർമിനന്റ് k ആണ്. എന്ത് കിട്ടി? k ക്യൂബിന്റെ ഡിറ്റർമിനന്റ് ആണ് കിട്ടിയത്. ശരിയല്ലേ? അപ്പൊ A സ്ക്വയർ മെട്രിക്സ് ഓർഡർ n ആണെങ്കിലോ ഡിറ്റർമിനന്റ് k എന്ന് പറഞ്ഞത് കിട്ടും k raised to n ഡിറ്റർമിനന്റ്. ഇത് മനസ്സിലായല്ല? ഇത് ഒരു 3/3 മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് ഓർഡർ 3 ആണ്. ഈ ഡിറ്റർമിനന്റ് കാണുന്നത് 3/3 മെട്രിക്സിനാണ്. അപ്പം ഇവിടെ ഡിറ്റർമിനന്റ് k ആണ് ശരിക്കും. ഇത് എല്ലാത്തിലും k ഉണ്ട്. k എന്ന് പറഞ്ഞാൽ k ക്യൂബിന്റെ കിട്ടിയത് k
ഡിറ്റർമിന്റ് കെ എന്ന് പറഞ്ഞാൽ കെ റേസ് ടു ഡിറ്റർമിന്റ് ഓർ ഡിറ്റർമിന്റ് കെ ഇങ്ങനെ എഴുതാം, എന്താ കെ റേസ് ടു ഡിറ്റർമിന്റ് എന്ന് എഴുതാം. ഓക്കെ, അടുത്ത റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വേറെ റിസൾട്ട്. ഇഫ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് എനി ടു റോസ് ഓഫ് എ ഡിറ്റർമിനന്റ് ആർ പ്രൊപ്പോർഷണൽ ഇൻ ദ സെയിം റേഷ്യോ, അങ്ങനെ പറഞ്ഞാൽ ഇൻ ദ സെയിം റേഷ്യോ, ദെൻ ഇറ്റ്സ് വാല്യൂ ഈസ് 0. അതായത് ഇഫ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് എനി ടു റോസ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനന്റ് ആർ പ്രൊപ്പോർഷണൽ. നേരത്തെ പറഞ്ഞു ഡിറ്റർമിനന്റ് പിന്നെ റോയിലെ കോളത്തിലെ എലമെന്റ്സ് ഒരുപോലെ വന്ന് 0 എന്ന് നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേ പറഞ്ഞു അല്ലെ. ഐഡന്റിക്കൽ ആണെങ്കിൽ വാല്യൂ 0. ഇത് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ വാല്യൂ 0 ആയിരിക്കും. എന്തുകൊണ്ട്? പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഗുണിതമായിരിക്കും മറ്റേത്. അപ്പൊ ആ ഗുണിതം വരുന്ന വാല്യൂ പുറത്തേക്ക് എടുത്താൽ രണ്ടും എന്താവും? ഐഡന്റിക്കൽ ആവും, വാല്യൂ 0 ആയിട്ട് വരും. ഒരു ഉദാഹരണം കാണിച്ചു തരാം. അതായത് ഇങ്ങനെ പറഞ്ഞ് ഡെൽറ്റ ആയിട്ടുള്ള ഡിറ്റർമിനന്റ് A1 A2 A3 B1 B2 B3 KA1 KA2 KA3 ഈക്വൽ ടു 0 ആയിരിക്കും. എന്തേ കാരണം ഇവിടെ തന്നെ മനസ്സിലായല്ല? ഇവിടെ തന്നെ മനസ്സിലായി. ഇത് പ്രൊപ്പോർഷണൽ ആകുമ്പോൾ ഈ ഒന്നാമത്തെ റോന്റെ ഗുണിതാന്ന് മൂന്നാമത്തെ റോ എന്ന് പറഞ്ഞാൽ ഇത് കെ പുറത്തേക്ക് എടുത്താലോ? കെ പുറത്തേക്ക് എടുത്താൽ ഒരു കെ ഇൻറ്റു ഡിറ്റർമിനന്റ് A1 A2 A3 B1 B2 B3 A1 A2 A3 എന്ന് വരും. അതുകൊണ്ടാണ് വാല്യൂ 0 വരുന്നത്. മനസ്സിലായല്ല? ബിക്കോസ് ഓഫ് തേർഡ് പ്രോപ്പർട്ടി. ഒരു എക്സാമ്പിൾ ഡിറ്റർമിനന്റ് 2 4 6 1 2 3 2 6 7 ഈക്വൽ ടു ഇത് വാല്യൂ കാണുമ്പോൾ 0 എന്ന് വരുന്നത്. എന്തുകൊണ്ട് 2 കിട്ടിയത്? ആയത്തിൽ 2 പുറത്തേക്ക് എടുത്തു. അപ്പൊ ഡിറ്റർമിനന്റ് 1 2 3 1 2 3 2 6 7 എന്ന് പറഞ്ഞാൽ 2 into 0 ഈക്വൽ ടു 0. മനസ്സിലായല്ലേ? അപ്പൊ ഇതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഡിറ്റർമിനന്റ് രണ്ട് റോസ് അല്ലെങ്കിൽ രണ്ട് കോളംസ് പ്രൊപ്പോർഷണൽ ആയ വാല്യൂ 0 ആയിരിക്കും. അടുത്തടുത്ത റോ തന്നെ വേണമെന്നില്ല, അതുപോലെ അടുത്തടുത്ത കോളം വേണമെന്നില്ല. മനസ്സിലായല്ല? ശ്രദ്ധിക്കേണ്ട ഒന്നുകിൽ രണ്ട് റോസ് അല്ലെങ്കിൽ രണ്ട് കോളംസ്, അല്ലാണ്ട് റോയും കോളം അല്ല. അഞ്ചാമത്തെ പ്രോപ്പർട്ടി. ഈ സം ഓർ ഓൾ എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 or more terms, then determinant can be expressed as sum of 2 or more determinants. അതായത് ഒരു ഡിറ്റർമിനന്റ് ഒരു റോയിലോ ഒരു കോളത്തിലോ എലമെന്റ്സിന് സം ഓഫ് 2 or more terms ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഡിറ്റർമിനന്റ് സം ഓഫ് 2 or more ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതാം. ഇങ്ങനെ പറഞ്ഞാല് ഇത് ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ വേഗം മനസ്സിലാവും. നോക്കിയേ, ഫോർ എക്സാമ്പിൾ ഡിറ്റർമിനന്റ് A1 plus lambda 1 A2 plus lambda 2 A3 plus lambda 3 B1 B2 B3 C1 C2 C3 ഈക്വൽ ടു ഇതിനെ രണ്ടായിട്ട് എഴുതണോ? എങ്ങനെ രണ്ടായിട്ട് എഴുതാം? ഡിറ്റർമിനന്റ് ആദ്യം ഇതിലെ ഒന്നാമത്തെ എലമെന്റ്സ് എടുക്കുക. ഇവിടെ A1 A2 A3 എടുക്കുക, A1 A2 A3. ബാക്കി ഇത് രണ്ട് ഫിക്സ് തന്നെ, മാറ്റൊന്നുമില്ല. B1 B2 B3 C1 C2 C3 പ്ലസ് അതേപോലെ രണ്ടാമത്തേത് lambda 1 lambda 2 lambda 3 എടുക്കുക. പിന്നെ ഇത് രണ്ട് മാറ്റില്ല, B1 B2 B3 C1 C2 C3. മനസ്സിലായല്ല? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. ഇത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന സംഭവം ഒരേ സാധനമായിരിക്കും, വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനല്ല, ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നതില്ല കാര്യം അല്ല, ഓർമ്മിക്കുക. തിരിയല്ല, ഈ ഡിറ്റർമിനന്റ് ഇങ്ങനെ എഴുതാം, തിരിഞ്ഞില്ല ഇങ്ങനെ എഴുതാം. ഇതെന്താ ചെയ്ത് ഒരു റോയിൽ ഒരു കോളത്തിലെ എലമെന്റ്സിന് സം ഓഫ് 2 or more എലമെന്റ്സ് ആയിട്ട് എഴുതിയിട്ടെങ്കിൽ അതിന് അത്രയും ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതാന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇത് രണ്ടെണ്ണത്തിന്റെ ഇതിന് മൂന്നെണ്ണം വരുന്നത്. ഇതാ മൂന്നെണ്ണം ഡിറ്റർമിനന്റ്. ഇവിടെ ഒന്നാമത്തെ കോളത്തിന് എഴുതിയത് A plus B plus C D plus E plus F G plus H plus I J K L M N O ഈക്വൽ ടു ഡിറ്റർമിനന്റ്. ആദ്യം എടുത്ത് ഒന്നാമത്തെ കോളത്തിലെ ഒന്നാമത്തെ പൊസിഷനിൽ വരുന്ന എലമെന്റ്സിൽ എടുക്കുക. അപ്പൊ ഡിറ്റർമിനന്റ് A D J, പിന്നെ രണ്ടാമത്തെ ഫിക്സഡ് J K L M N O പ്ലസ് എടുത്ത രണ്ടാമത്തത് B H J K L M N O ഫിക്സ് ആയ എലമെന്റ്സ് ആണ്. പ്ലസ് ഡിറ്റർമിനന്റ് C F I then J K L M N O. ഓക്കെ, അതായത് ഇത് ചെയ്ത ഡിറ്റർമിനന്റിലെ ഒന്നാമത്തെ റോയിലെ എലമെന്റ്സ് സം ഓഫ് 3 ടേംസ് ആണ്. അപ്പൊ ഇതെന്ത് ചെയ്തു? സം ഓഫ് 3 ഡിറ്റർമിനന്റ് ആക്കി. എങ്ങനെ ആക്കി മനസ്സിലായല്ല? ഈ മൂന്നെണ്ണത്തിൽ ഓരോന്ന് വെച്ചിട്ട് എടുക്കുകയും ചെയ്തു. ആദ്യം ഒന്നാമത്തിൽ എടുത്തു, പിന്നെ രണ്ടാമത്തിൽ എടുത്തു, മൂന്നാമത്തിൽ എടുത്തു. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ കോളുടെ ഫിക്സ് തന്നെയാണ്. അതുപോലെ ഈ കണക്ക് ഈ ആദ്യം പറഞ്ഞ തിയറിയിലോ രണ്ടാമത്തെ മൂന്നാമത്തെ റോ ഫിക്സ് തന്നെയാണ്, മാറ്റൊന്നുമില്ല. ഓക്കെ, പ്രോപ്പർട്ടി 6. ഇഫ് ടു ഈച്ച് എലമെന്റ് ഓഫ് എനി റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് the q multiples of corresponding elements of other row or column are added, then value of the determinant remains the same. That is, the value of the determinant remains the same if we apply the operation Ri implies Ri plus Krj or Ci implies Ci plus Kcj. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ഇത് നമ്മൾ മെട്രിക്സിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചതാണ് അല്ലെ. ഒരു റോയില് വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോയില് പിന്നെ ഡിറ്റർമിനന്റ് വാല്യൂല് ചേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു, ഒരു റോയില് വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് വാല്യൂല് ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇപ്പൊ Ri ith റോ, R jth റോ, R1 ഫസ്റ്റ് റോ, R2 സെക്കൻഡ് റോ, അങ്ങനെ വരുന്നു. അപ്പൊ if to each element of any row or column of a determinant the q multiples of corresponding elements of other row or column are added, then value of the determinant remains the same. അതായത് ഒരു റോയിന് വേറെ റോയിന്റെ ഗുണിതത്വം കൊണ്ട് തിരിഞ്ഞില്ലേ, വേറൊരു റോയിന്റെ ഗുണിതത്തിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കാം. അതായത് നമുക്ക് ഡെൽറ്റ ഡിറ്റർമിനന്റ് A1 A2 A3 B1 B2 B3 C1 C2 C3. നമ്മളിപ്പോ ഇവിടെ ഒന്നാമത്തെ റോയിനെ ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ? ഒന്നാമത്തെ റോയിന് R1, ഇതാണ് R1, ഇത് R2, ഇത് R3. ഇവിടെ R1 ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ അറിയാം?
R1 implies R1 plus KR3 അങ്ങനെ ചേഞ്ച് ഏത് RI implies RI plus KRJ നേരത്തെ പറഞ്ഞു എങ്ങനെ R1 ചെയ്യുന്നത് R1 implies R1 plus KR3 അതിന്റെ അർത്ഥം എന്താ പറയാ R1 implies R1 plus KR3 പറഞ്ഞ അർത്ഥം R1 ചേഞ്ച് ചെയ്യുന്നു എങ്ങനെ R1 നോട് KR3 കൂട്ടിക്കൊണ്ട് അപ്പൊ ഇതെന്ത് വരുന്നു ഓക്കെ ആൻഡ് ദെൻ ഡെൽറ്റ 1 ഈക്വൽ ടു ആ പുതിയ ഡിറ്റർമിനന്റ് ഇങ്ങനെ വന്നു ഡെൽറ്റ 1 ഈക്വൽ ടു R1 plus KR3 ചെയ്ത് എന്താ കിട്ടല് A1 plus KC1 A2 plus KC2 A3 plus KC3 അതാണ് രീതി R1 implies എന്ന് പറയുമ്പോൾ ഏതാ പറഞ്ഞത് R1 മാത്രം ഒന്നാമത്തെ റോ മാത്രം മാറും തിരിഞ്ഞോ ബാക്കി മാറ്റുന്നില്ല ഇതെന്ത് തെളിയിക്കണം ഇത് രണ്ട് സെയിം ആണെന്ന് തെളിയിക്കണം ഇത് രണ്ട് സെയിം ഇത് ഡെൽറ്റ 1 അല്ലേ ഈ ഡെൽറ്റയും ഡെൽറ്റ 1 സെയിം ആണെന്ന് തെളിയിക്കണം ഡെൽറ്റ 1 ഡിറ്റർമിനന്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 ആണ് ഇതാണ് ഡെൽറ്റ 1 ഇത് രണ്ട് സെയിം ആണെന്ന് തെളിയിക്കുക ഈ ഡെൽറ്റ 1 എങ്ങനെ കിട്ടിയത് ഒന്നാമത്തെ ഡിറ്റർമിനന്റ് ഒന്നാമത്തെ റോയിന് മൂന്നാമത്തെ റോയിന്റെ K മൾട്ടിപ്പിൾ കൊണ്ട് അല്ലെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു അല്ലെ R1 implies R1 plus KR3 ആ ചെയ്തത് അപ്പൊ കണ്ടോ സോ ഹിയർ ഡെൽറ്റ 1 ചെയ്യുമ്പോൾ കിട്ടി ഡിറ്റർമിനന്റ് A1 plus KC1 A2 plus KC2 A3 plus KC3 B1 B2 B3 C1 C2 C3 ഇതാണ് ഡെൽറ്റ 1 ഇവിടെ നോക്കി ഇവിടെ ഒന്നാമത്തെ ഒന്നാണ് സം ഓഫ് ടു എലിമെന്റ്സ് അല്ലേ അപ്പൊ ഇതെന്താക്കാം രണ്ട് ഡിറ്റർമിനന്റ് ആക്കാം നോക്കി എങ്ങനെ രണ്ട് ഡിറ്റർമിനന്റ് ആക്കി ഡിറ്റർമിനന്റ് ആദ്യത്തേത് A1 A2 A3 B1 B2 B3 C1 C2 C3 പ്ലസ് ഡിറ്റർമിനന്റ് രണ്ടാമത്തത് KC1 KC2 KC3 B1 B2 B3 C1 C2 C3 ഡൗട്ട് ഇല്ല നോക്കിയേ ഇതെന്തുകൊണ്ട് ഒന്നാമത്തെ സം ഓഫ് ടു ടേംസ് ആണ് പിന്നെ സം ഓഫ് ടു ഡിറ്റർമിനന്റ് ആക്കി ഇനിയോ ഇത് ആദ്യത്തെ ഡെൽറ്റ പ്ലസ് രണ്ടാമത്തെ K പുറത്തേക്ക് എടുക്കുക എന്തുകൊണ്ട് കെയിൽ കോമൺ ആണ് K പുറത്തേക്ക് എടുത്താലോ K ഇൻറ്റു ഡിറ്റർമിനന്റ് എന്ത് വരും C1 C2 C3 B1 B2 B3 C1 C2 C3 അല്ലേ അങ്ങനെ പറയുന്നില്ല അല്ലാണ്ട് പൂജ്യം പറയാം അതുകൊണ്ട് പ്രൊപ്പോർഷണൽ അല്ലേ ഒന്നാമത്തെ മൂന്നാമത്തെ റോസ് പ്രൊപ്പോർഷണൽ ആണ് സോ വാല്യൂ 0 സോ എന്ത് കിട്ടി ഡെൽറ്റ പ്ലസ് 0 പറഞ്ഞ ഡെൽറ്റ എന്ന് കിട്ടി മനസ്സിലായല്ല അപ്പൊ എന്താ പഠിച്ചത് if to any row or column an equal multiples of another row is added then value of the determinant remains the same അല്ലേ RI implies RI plus KRJ ചെയ്താലും CA implies CA plus KCJ ചെയ്താലും വാല്യൂവിൽ മാറ്റമുണ്ടാവില്ല അർത്ഥം ഓക്കെ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം നോക്ക് ഇവിടെ ശ്രദ്ധിക്കുക അതൊരു എക്സാമ്പിൾ R1 implies R1 plus 2R2 ചെയ്യാൻ പറ്റില്ല കാരണം R1 എന്ന് പറഞ്ഞ റോയിനെ വേറെ റോയിന്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്തു R1 implies R1 minus 3R3 ചെയ്തൂടെ കാരണം ഇത് ശരിക്കും എത്ര -3 പറഞ്ഞാൽ പ്ലസ് -3 into R3 ആണ് അല്ലെ ഇവിടെ R3 റോ എന്ന് പറഞ്ഞ റോയിനെ -3 കൊണ്ട് ഗുണിച്ച് R1 ആഡ് ചെയ്തു അല്ലെ അപ്പൊ ഇത് ചെയ്യാം R1 implies R1 plus R2 plus R3 ചെയ്യാറോ എന്തുകൊണ്ട് ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട ഇപ്പൊ R1 implies നമ്മൾ ആദ്യം ചെയ്യുന്നു R1 implies R1 plus R2 ചെയ്യുന്നു R1 R2 തമ്മിൽ കൂട്ടുന്നു പിന്നെയോ ആ കിട്ടിയില്ല R3 യോട് കൂട്ടുന്നു അപ്പൊ R1 implies R1 plus R2 ചെയ്യുമ്പോൾ R1 മാറുന്നു എങ്ങനെ R1 plus R2 മാറും പിന്നെ വീണ്ടും R1 implies R1 plus R3 ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് ചെയ്യാം R1 implies R1 plus R2 plus R3 ഒരുമിച്ച് ചെയ്യാം ഇവിടെ ഈ ചേഞ്ച് R1 നോട് തന്നെ നീ കൂട്ടുന്നത് കൊണ്ട് മാറ്റൊന്നുമില്ല ഇനി R1 implies R1 minus R2 ചെയ്യാം R2 implies R2 minus 3R1 ചെയ്തൂടെ കാരണം R2 എന്ത് ചെയ്യുന്നത് R1 എന്ന് പറഞ്ഞ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നത് R3 implies R3 plus 2R2 ചെയ്യാം നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്നത് R1 implies പറയുമ്പോൾ ആദ്യം R1 തന്നെ വരണം R2 implies പറഞ്ഞാലോ R2 തന്നെ വരണം C1 implies ആകുമ്പോൾ C1 തന്നെ വരണം മനസ്സിലായോ R3 implies R3 plus 2R2 ഇവിടെ C1 implies C1 plus C2 plus C3 ഇവിടെ C1 implies C1 plus 2C2 ഇതെല്ലാം എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ ചെയ്ത് ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെല്ലാം ചെയ്യാം മനസ്സിലായല്ലോ ബട്ട് R1 implies R2 plus 2R1 പറ്റുവാ ഇല്ല കാരണം R1 implies പറഞ്ഞാൽ ആദ്യം R1 തന്നെ വേണം ഇവിടെ എന്ത് ചെയ്ത് R1 മൾട്ടിപ്പിൾ കൊണ്ട് വേറെ റോ ആണ് ആഡ് ചെയ്തത് അങ്ങനെ പറ്റുമില്ല വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് R1 ആഡ് ചെയ്യാൻ പറ്റും R1 implies R2 plus 2R1 അർത്ഥം മനസ്സിലായല്ല R1 ഗുണിതത്തോട് വേറെ റോ ആഡ് ചെയ്തിട്ട് R1 ചേഞ്ച് ചെയ്തു അങ്ങനെ പറ്റൂല ഇനിയോ R1 implies 3R1 minus R2 പറ്റുമോ ഇല്ലല്ല കാരണം R1 വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്യാൻ ചെയ്യുന്നില്ല R1 മൾട്ടിപ്പിൾ കൊണ്ട് വേറെ റോ കുറക്കില്ല അങ്ങനെ പറ്റൂല ഓക്കെ മനസ്സിലായിട്ടെങ്കിൽ R1 implies പറയുമ്പോൾ ഫസ്റ്റ് R1 തന്നെ ആയിരിക്കണം 3R1 4R1 ഒന്നും ഇവിടെ വരാൻ പാടില്ല ഓക്കെ മെട്രിക്സിലില്ലേ ആ ഒരു പിന്നെ ഓപ്പറേഷൻ പോസിബിൾ അല്ല അപ്പൊ R1 RI ഇന്റർചേഞ്ച് അല്ലെങ്കിൽ RI implies KRI എന്ന് പറഞ്ഞിട്ട് മെട്രിക്സ് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഡിറ്റർമിനന്റ് പറ്റൂല എന്തുകൊണ്ട് വേറെ ഡിറ്റർമിനന്റ് വാല്യൂ മാറുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചതായിരിക്കും വെറുതെ ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം അപ്ലിക്കബിൾ ആണ് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി നമുക്ക് ഒന്നുകൂടി ചെറിയ റിസൾട്ട് നോക്കാം റിസൾട്ട് if A is a square matrix of order n then determinant adjoint A equal to determinant A raised to n minus 1 ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ റിസൾട്ട് ആണ് ഞാൻ ഈ പ്രോപ്പർട്ടി പറഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്ക് സപ്പോസ് A is a square matrix of order 3 then നമ്മൾ പഠിച്ചിട്ടുണ്ട് A into adjoint A equal to determinant A into I എവിടെയില്ല റിസൾട്ട് ആണ് A into adjoint A എന്നുള്ളത് determinant A into I ആണ്
തെളിയിക്കണോ? ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ റൈസ് ടു n മൈനസ് എന്ന് തെളിയിക്കാം. അപ്പൊ സൗകര്യത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞു 3/3 മെട്രിക്സ് എടുത്തല്ല. അപ്പൊ വി നോ ദാറ്റ് അഡ്ജോയിന്റ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ഇപ്പൊ പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാലോ ഇവിടെ 3/3 മെട്രിക്സ് ആണ്. അപ്പൊ 1 0 0 0 1 0 0 0 1. സോ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാലോ മെട്രിക്സ് എന്തൊരു ഡിറ്റർമിനന്റ് 0 0 0 ഡിറ്റർമിനന്റ് 0 0 0 ഡിറ്റർമിനന്റ്. ഡൗട്ട് ഇല്ല. റൈറ്റ് ഇൻ ഡിറ്റർമിനൻസ് ഓഫ് മെട്രിക്സ് ഓൺ ബോത്ത് സൈഡ്സ് വി ഹാവ് രണ്ട് സൈഡിൽ ഡിറ്റർമിനന്റ് എടുക്കുക. അപ്പൊ ഈ സൈഡിൽ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു എന്തെടുക്കുന്നത് ഡിറ്റർമിനന്റ് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 0 0 ഡിറ്റർമിനന്റ് 0 0 ഡിറ്റർമിനന്റ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ഇൻറ്റു ഡിറ്റർമിനന്റ് എന്തുകൊണ്ട് ഡിറ്റർമിനന്റ് എ ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി. അപ്പൊ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യാം ഒന്നാമത്തെ ഒന്ന് ഡിറ്റർമിനന്റ് പുറത്തേക്ക് എടുക്കുക, രണ്ടാമത്തെ ഒന്നും പുറത്തേക്ക് എടുക്കാം, മൂന്നാമത്തും പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും ഡിറ്റർമിനന്റ് എ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് എത്ര 1 0 0 0 1 0 0 0 1. മനസ്സിലായല്ലോ? ഇത് ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് ആദ്യത്തെ റോയിൽ കോമൺ എന്തുകൊണ്ട് ഈ ഇത് 0ന്റെ ഡിറ്റർമിനന്റ് എന്ന് കഴിഞ്ഞോ 0ന്റെ ഡിറ്റർമിനന്റ് ചെയ്യുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് ഇന്നും 3 കോമൺ എടുത്തു ഡിറ്റർമിനന്റ് ക്യൂബ് ആയി. ഇപ്പൊ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ഇൻറ്റു ഡിറ്റർമിനന്റ് എന്ത് കിട്ടി ഡിറ്റർമിനന്റ് എ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് 1 0 0 0 1 0 0 0 1. ദാറ്റ് ഈസ് വാട്ട്. അപ്പൊ എന്ത് കിട്ടി ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ഇൻറ്റു ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ ക്യൂബ് ഡിറ്റർമിനന്റ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്, റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് 1 ആണ്. സോ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എന്ന് കിട്ടി ഡിറ്റർമിനന്റ് എ സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ നിന്ന് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. അപ്പൊ എന്താ പറയാ ഇൻ ജനറൽ ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n then determinant adjoint ഈക്വൽ ടു determinant a raised to n minus 1. മനസ്സിലായല്ല? അപ്പൊ ഈ റിസൾട്ട് ഉപയോഗിച്ചത് അഡ്ജോയിന്റ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഇൻറ്റു ഐ ഉപയോഗിച്ചു. ഐ 3/3 മെട്രിക്സ് എടുത്തു. എ എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സ് ആയതുകൊണ്ട് ഐ 3/3 മെട്രിക്സ്. അപ്പൊ ഇത് ഡിറ്റർമിനന്റ് എന്ത് തോന്നുന്നു മെട്രിക്സ് ഡിറ്റർമിനന്റ് 0 0 0 ഡിറ്റർമിനന്റ് 0 0 0 ഡിറ്റർമിനന്റ്. എന്തുകൊണ്ട് മനസ്സിലായല്ല? ഇവിടെ അതിന്റെ വില കൊടുത്ത് കുഞ്ചത് കിട്ടും. പിന്നെ രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് എടുത്തു. ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഈ സൈഡിൽ ഡിറ്റർമിനന്റ് എ ബി ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി. വീഡിയോ ഡിറ്റർമിനന്റ് ഓരോന്നും പുറത്തേക്ക് എടുത്തു. എന്തുകൊണ്ട് പുറത്തേക്ക് എടുക്കുന്നത് നേരത്തെ പ്രോപ്പർട്ടി പഠിച്ചു അല്ലേ? ഏത് ഒരു ഡിറ്റർമിനന്റ് റോയിലെ കുളത്തിലോ ഒരു എലമെന്റ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ നേരത്തെ പഠിച്ചു. സോ ഇങ്ങനെ കിട്ടി ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് എ സ്ക്വയർ എന്ന് കിട്ടി. അപ്പം എ സ്ക്വയർ മെട്രിക്സ് ഓർഡർ 3 ആണെങ്കിൽ അപ്പൊ ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ 2. അപ്പം എ സ്ക്വയർ മെട്രിക്സ് ഓർഡർ n ആകുമ്പോൾ n ആകുമ്പോൾ ഇവിടെ എത്ര n മൈനസ് 1. മനസ്സിലായല്ലോ? എ സ്ക്വയർ മെട്രിക്സ് ഓർഡർ 3 ആണ് ഡിറ്റർമിനന്റ് എ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മെട്രിക്സ് ഓർഡർ എന്താണെങ്കിലോ ഡിറ്റർമിനന്റ് എ റൈസ്ഡ് n മൈനസ് 1. ഓക്കെ, ഇത് നമ്മളിപ്പോ ചെയ്ത പ്രോബ്ലം ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1-2 മാർക്ക് ചോദിക്കേണ്ടത്. സിമ്പിൾ ആണ്. ഇഫ് എ കോമ ബി ആർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 with determinant a equal to -3 determinant b equal to 2 then find determinant 4a. അതിങ്ങനെ എഴുതാം determinant adjoint determinant 2ab. നോക്കാം ഒന്നാമത്തെ ആൻസർ determinant 4a equal to ഇവിടെ a is a square matrix order 3 ആണ്. അപ്പൊ determinant 4a എത്ര 4 cube into determinant a. എന്താ കാരണം determinant k എന്ന് പറഞ്ഞാൽ k raised into determinant a ആണ് റിസൾട്ട്. determinant 4a 4 cube into determinant a that is 64 into determinant a എത്ര -3 -192 അല്ലേ? റിസൾട്ട് determinant k എന്ന് പറഞ്ഞാൽ k raised into determinant a. ഇനിയുണ്ട് ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ റൈസ്ഡ് n മൈനസ് 1 ആണ് റിസൾട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇത്ര ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് -3 റൈസ്ഡ് n മൈനസ് 1 ഇന്ന് 3 അല്ലേ? 3 മൈനസ് 1 2. സോ -3 സ്ക്വയർ എത്ര 9. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് 2ab. ഡിറ്റർമിനന്റ് 2ab എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ab. എന്താ കാരണം എന്ന് പറയാം എ ബി എന്ന് പറഞ്ഞ സ്ക്വയർ മെട്രിക്സ് ആണ്. എയും ബിയും സ്ക്വയർ മെട്രിക്സ് ഓർഡർ 3 ആണ്. അപ്പൊ എ ബി എന്ന് തന്നെ ഒരു സ്ക്വയർ മെട്രിക്സ് ഓർഡർ 3 ആണ്. അപ്പൊ ഇത് ശരിക്കും ഈ ഡിറ്റർമിനന്റ് കെ എന്നതിന്റെ പ്രോപ്പർട്ടി പറയും determinant 2ab എന്ന് പറഞ്ഞാൽ 2 cube into determinant ab. ഡൗട്ട് ഇല്ല? ഇത് ലൈക്ക് ദിസ് പ്രോപ്പർട്ടി determinant k raised to into determinant a. ഇപ്പൊ 2 cube into determinant ab എന്ന് പറഞ്ഞാൽ 2 cube 8 into determinant ab that is 8 into determinant a into determinant b that is 8 into -3 into 2 എന്നത്ര -48. ഡൗട്ട് ഇല്ല? ഇതുപോലെ പ്രോപ്പർട്ടീസ് വെച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഒരു പ്രോപ്പർട്ടി ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് എല്ലാം എല്ലാവരും ഒന്ന് പഠിച്ചു നോക്കാം. Show that determinant a b c a plus 2x b plus 2y c plus 2z x y z equal to 0 without expanding. അല്ലെ ക്വസ്റ്റ്യൻ ആണ് without expanding. Show that this determinant equal to 0. എക്സ്പാൻഡ് ചെയ്യാണ് ഈ ഡിറ്റർമിനന്റ് വാല്യൂ 0 എന്ന് തെളിയിക്കണം. അപ്പൊ ഈ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമുക്ക് കുറെ രീതിയിൽ തെളിയിക്കാൻ പറ്റും. എന്നാലും ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ ഇടത്തോട്ട് പറയാം. ഇവിടെ നോക്കി, ഇവിടെ സെക്കൻഡ് റോ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 എലിമെന്റ്സ്. സോ ദിസ് ഡിറ്റർമിനന്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് വാട്ട് സം ഓഫ് 2 ഡിറ്റർമിനന്റ്സ് അല്ലേ? അപ്പൊ എങ്ങനെ solution we have determinant a b c a plus 2x b plus 2y c plus 2z x y z equal to determinant a b c. ഈ രണ്ടാമത്തെ റോയിലെ റോയിലെ ഒന്നാമത്തെ എലിമെന്റ്സ് എടുത്താൽ ഒന്നാമത്തെ എടുക്കുമ്പോൾ a b c x y z പ്ലസ് ഡിറ്റർമിനന്റ് a b c ഇതിലെ സെക്കൻഡ് എലിമെന്റ്സ് എടുത്താൽ 2x 2y 2z x y z. ഇതിന്റെ വാല്യൂ 0 എന്തുകൊണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ റോ ഐഡന്റിക്കൽ.
ഇതിന്റെ വാല്യൂ 0 എന്തുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളം പ്രൊപ്പോർഷനിൽ. സോ 0 + 0 = 0. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അങ്ങനെ 0 എന്ന് കിട്ടി. ഇനി അല്ലാണ്ട് 0 തെളിയിക്കുക എങ്ങനെയാന്ന് പറഞ്ഞുതരാം. കൺസിഡർ ഈ ഡിറ്റർമിനന്റ് എടുക്കുക. എന്നിട്ടോ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. R1 implies ഇതെന്ത് ചെയ്യാം, R1 implies R1 + 2R3. പറയാം, R1 implies R1 + 2R3 ചെയ്യാം. അങ്ങനെ ചെയ്താൽ റിസൾട്ടും പിന്നെ മാറൂല, ഡിറ്റർമിനന്റ് മാറൂല എന്ന് ഇപ്പൊ പഠിച്ചില്ല നേരത്തെ. അപ്പൊ എന്ത് കിട്ടും, R1 implies R1 + 2R3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇതെന്താവും A + 2x, ഇതോ B + 2y, ഇതോ C + 2z. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും റോ ഐഡന്റിക്കൽ, വാല്യൂ എത്ര 0. മനസ്സിലായല്ല? അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കണക്ക് ഒരു വിധത്തിലില്ല, നമുക്ക് ഒരുപാട് വിധത്തിൽ ചെയ്യാം. ഇപ്പൊ ഇത് ചെയ്ത എങ്ങനെ മനസ്സിലായല്ല? രണ്ടാമത്തെ റോയിന് സം ഓഫ് 2 ടേംസ് ആക്കുമ്പോൾ ഒന്നാമത്തെ 2 റോ ഐഡന്റിക്കൽ 0 ആയി. രണ്ടാമത്തെയും മൂന്നാമത്തെയും പിന്നെ റോസ് പ്രൊപ്പോർഷണൽ 0 ആയി. അങ്ങനെ ചെയ്തു. ഇനി അല്ലെങ്കിൽ കണക്ക് എങ്ങനെ ചെയ്യാം, R1 implies എത്ര, R1 + എത്ര 2R3, സോറി 2R3. അങ്ങനെ ചെയ്യുമ്പോൾ A + 2x ആവും, ഇത് B + 2y ആവും, ഇത് C + 2z ആവും. അങ്ങനെ ഐഡന്റിക്കൽ ആയിട്ട് വാല്യൂ 0 വരും. ഡൗട്ടില്ല? അപ്പം നമ്മൾ ചെയ്ത പ്രോപ്പർട്ടീസിൽ എല്ലാവരും ഒന്നും കൂടെ നോക്കാം. പ്രോപ്പർട്ടി എല്ലാം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നമുക്ക് വൃത്തി ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോപ്പർട്ടീസ് എല്ലാം ഒന്നും കൂടെ എല്ലാവരും പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഡിറ്റർമിനന്റ് അല്ലെ, റോയിങ് കോളം ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ചേഞ്ച് ഉണ്ടാവില്ല. ഡിറ്റർമിനന്റ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് A ഡാഷ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയോ, ഇഫ് ഇൻ ഡിറ്റർമിനന്റ് any 2 rows or any 2 columns are interchanged then sign changes അല്ലെ. രണ്ട് ചേഞ്ച് ചെയ്യുന്ന കൊണ്ട് പഴയ സൈൻ തന്നെ കിട്ടും, സൈനിൽ മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഡിറ്റർമിനന്റ് റോയോ കോളംസോ 2 റോസോ 2 കോളംസോ ഐഡന്റിക്കൽ ആണെങ്കിൽ വാല്യൂ എത്ര 0 ആയിരിക്കും. അതുപോലെ 2 റോസോ 2 കോളംസോ പ്രൊപ്പോർഷണൽ ആണെങ്കിലോ വാല്യൂ 0 ആയിരിക്കും. പിന്നെ ഡിറ്റർമിനന്റ് ഒരു റോയിലോ കോളത്തിനോ അല്ലെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലോ അതിനെന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന അർത്ഥം അല്ലെ. ഡിറ്റർമിനന്റ് KA1 KB1 KC1 A2 B2 C2 A3 B3 C3 എത്ര, K ന്റെ ഡിറ്റർമിനന്റ് A1 B1 C1 A2 B2 C2 A3 B3 C3. ഓക്കെ, പിന്നെ ഒരു ഡിറ്റർമിനന്റ് ഒരു റോയിലോ അല്ലെങ്കിൽ ഒരു കോളത്തിലോ എല്ലാ എലമെന്റ്സിനും സം ഓഫ് 2 or more ടേംസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡിറ്റർമിനന്റ് എന്ത് ചെയ്യാം, സം ഓഫ് 2 or more ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതാൻ പഠിച്ചു. ഓക്കെ, പിന്നെ ലാസ്റ്റ് ചെയ്ത് ഒരു ഡിറ്റർമിനന്റ് ഒരു റോയിലെ എലമെന്റ്സിന് വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോളത്തിലെ എലമെന്റ്സിന് വേറെ കോളത്തിന്റെ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഡിറ്റർമിനന്റ് ഉണ്ടാവില്ല, മാറ്റുണ്ടാവില്ല. ഈ പ്രോപ്പർട്ടീസ് എല്ലാം അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഇനി പ്രോപ്പർട്ടി ബേസ്ഡ് പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ പാഠത്തിൽ ബാക്കി വരുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്നും കൂടെ എല്ലാവരും നോക്കുക. അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.